ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് മികച്ച രീതിയിലുള്ള വികസനമുണ്ടായതായി രാഷ്ട്രപതി. രാജ്യസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലെ പ്രതിസന്ധി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. കേരളത്തിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ എൻഡിഎ സർക്കാർ രാജ്യത്ത് മികച്ച രീതിയിലുള്ള വികസനം കൊണ്ടുവന്നെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമെന്നും ശ്രീമതി മുർമു പാർലമെന്റിൽ പറഞ്ഞു. ऐसा समय में जो भारत के लोगों की आकांक्षाएं सर्वोच्च स्तर पर है, लोगों ने मेरी सरकार पर लगातार तीसरी बार भरोसा जताया है. भारत के लोगों को ये पूर्ण विश्वास है कि उनकी आकांक्षाएं सिर्फ मेरी सरकार ही पूरा कर सकती है. इसलिए 2024 का ये चुनाव नीति, नियत, निष्ठा और निर्णयों पर विश्वास का चुनाव रहा है. मजबूत और निर्णायक सरकार में विश्वास, सुशासन, स्थिरता और निरंतरता में विश्वास, ईमानदारी और कड़ी मेहनत में विश्वास, सुरक्षा और समृद्धि में विश्वास, सरकार की गारंटी और डिलीवरी पर विश्वास, विकसित भारत के संकल्प में विश्वास. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയത് രാജ്യത്തിന്റെ ശത്രുക്കൾക്കുള്ള മറുപടിയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദൂരവ്യാപകമായ നയങ്ങളുടെയും ഭാവി കാഴ്ചപ്പാടുകളുടെയും പരിഷ്കാരങ്ങളുടെയും ഫലപ്രദമായ രേഖയായിരിക്കും വരുന്ന പൊതു ബജറ്റെന്നും രാഷ്ട്രപതി വിശ്വാസം പ്രകടിപ്പിച്ചു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം പാർലമെന്റിന്റെ ഇരുസഭകളിലും നന്ദിപ്രമേയ അവതരണവും ചർച്ചയും നടക്കും. അതേസമയം രാജ്യസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. നാഗാലാൻഡിൽ ഇന്നലെ പൂർത്തിയായ നഗര തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ 84% പോളിംഗ് രേഖപ്പെടുത്തി. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 214 വാർഡുകളിലെ 420 പോളിംഗ് സ്റ്റേഷനുകളിലായി 523 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ഇതിൽ 33% വനിതകളാണ്. ഒരിടത്തൊഴികെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് സുഗമമായി നടന്നതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. എൻഡിപിപി, ബിജെപി, കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ മത്സരരംഗത്തുണ്ട്. വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. പദ്ധതി വിഹിതം യഥാസമയം ലഭിക്കാത്തതുമൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് ടി സിദ്ദിഖാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. പദ്ധതി തുക യഥാസമയം ലഭിക്കാത്തത് കാരണം സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക പ്രയാസം മൂലമാണ് സ്വാഭാവികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടിയായി പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം തുടങ്ങി 3 മാസത്തിനിടെ 3887.02 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി റിസർച്ച് പാർക്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സ്ഥലം കണ്ടെത്തി നടപടി ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 2 പാർക്കുകൾ കൂടി ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഐഐഎമ്മും ഐഐടിയും ചേർന്ന് ഗവേഷണ മേഖലയിൽ സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. യൂണിഫോമുകളുള്ള കോളേജുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. 15 വർഷം പഴക്കമുള്ള കെഎസ്ആർടിസി ബസ് ഉൾപ്പെടെയുള്ള സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന്റെ ഭാഗമായി ഓപ്പൺ ടെൻഡർ ഉടൻ വിളിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഒറ്റ ഗഡുവായി ശമ്പളം കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
തമിഴ്നാട്ടിലെ ഫോക്സ്കോൺ ഇന്ത്യ ആപ്പിൾ ഐഫോൺ പ്ലാന്റിൽ വിവാഹിതരായ സ്ത്രീകളെ ജോലിക്കെടുക്കില്ലെന്ന മാധ്യമ റിപ്പോർട്ടുകളിൽ തൊഴിൽ മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് വിശദീകരണം തേടി. സ്ത്രീ പുരുഷ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ വിവേചനം പാടില്ലെന്ന് തുല്യവേതന നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ജമ്മുകശ്മീർ, ലഡാക്ക്, ഗിൽഗിത് ബാൽത്തിസ്ഥാൻ, മുസാഫറാബാദ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, പശ്ചിമബംഗാളിലെ സബ് ഹിമാലയൻ മേഖല, സിക്കിം, ബീഹാർ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം പടിഞ്ഞാറൻ രാജസ്ഥാൻ, പഞ്ചാബിന്റെയും കിഴക്കൻ രാജസ്ഥാന്റെയും ചില ഭാഗങ്ങൾ, വടക്കൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കൂടിയ താപനില 40 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഇത്. കേരളത്തിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ചെറു ഡാമുകൾ തുറന്നു. തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി. ഉയർന്ന പ്രദേശങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. ഇന്ന് വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീരദേശത്ത് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കനത്ത മഴയെ തുടർന്ന് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, വയനാട് ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലകൾക്ക് 1 കോടി രൂപ വീതം അനുവദിച്ചു. ഡൽഹിയിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ ചെറിയ മഴ ലഭിച്ചത് ജനങ്ങൾക്ക് ആശ്വാസമായി. മഴയെ തുടർന്ന് നഗരത്തിലെ കുറഞ്ഞ താപനില 28.6 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു. കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസാണ്. അമർനാഥ് യാത്രയുടെ ആദ്യ സംഘം ജമ്മുവിലെ ഭഗവതി നഹർ യാത്രി നിവാസിൽ എത്തിത്തുടങ്ങി. ഇവിടെ നിന്ന് വെള്ളിയാഴ്ച രാവിലെ 4 മണിയോടെ വടക്കൻ കശ്മീരിലെ ബാൽട്ടാലിലേക്ക് സംഘം യാത്ര തിരിക്കും. ഇവർക്ക് ശനിയാഴ്ചയോടെ ദർശനം സാധ്യമാകും. അമർനാഥ് യാത്രയുടെ സുരക്ഷയ്ക്കായി 100ഓളം CAPF ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. തീർത്ഥാടനത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഇന്നലെ വിലയിരുത്തി. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ ദക്ഷിണാഫ്രിക്ക 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ട്രിനിഡാഡിലെ ബ്രയൻ ലാറ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 57 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 8.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസ് നേടി വിജയം കരസ്ഥമാക്കി. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. രാത്രി 8-ന് ഗുയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പ്രിയാൻഷു രജാവത്, മാളവിക ബൻസോദ് എന്നിവർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക് താരത്തെ 21-16, 21-16 പരാജയപ്പെടുത്തിയാണ് രജാവത് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രജാവത് തായ്വാൻ താരത്തോട് ഏറ്റുമുട്ടും. അതേസമയം വനിതാ സിംഗിൾസിൽ എസ്റ്റോണിയയുടെ ക്രിസ്റ്റ്യൻ കൂബയെ 21-14, 21-15 നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മാളവിക പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക് താരമാണ് മാളവികയുടെ എതിരാളി. ആകാശവാണിയുടെയും ദൂരദർശന്റെയും വിവിധ സ്റ്റേഷനുകളിൽ 36 വർഷം സേവനമനുഷ്ഠിച്ച P. ബാലകൃഷ്ണൻ നായർ അന്തരിച്ചു. ചെന്നൈ നിലയത്തിൽ നിന്ന് ചീഫ് എഞ്ചിനീയറായാണ് അദ്ദേഹം വിരമിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ തട്ട സ്വദേശിയാണ്. രാജ്യത്ത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം എന്നീ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ വർഷത്തെ ശീതകാല സമ്മേളനത്തിലാണ് ഈ ബില്ലുകൾ പാർലമെന്റ് പാസാക്കിയത്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യൻ ജനതയെ ശാക്തീകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ്. പുതിയ സംവിധാനത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ മാറുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം സാങ്കേതിക സഹായം നൽകുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് മികച്ച രീതിയിലുള്ള വികസനമുണ്ടായതായി രാഷ്ട്രപതി. രാജ്യസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലെ പ്രതിസന്ധി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. കേരളത്തിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.
ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.